വിപിൻ നമുക്കൊപ്പം ഉണ്ട്. വിപിൻ വിജയൻ, ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ വിപിൻ? അങ്ങനെ വിപിന് സംസ്കൃതം അറിയില്ല എന്നൊന്നും ടീച്ചർ പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഒന്ന്. രണ്ട്, ഇക്കാര്യത്തിൽ ടീച്ചർ യാതൊരു തരത്തിലും ടീച്ചർക്ക് ആശങ്കയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും ടീച്ചർ അത് വിളിച്ചിട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. അതിനെന്തെങ്കിലും തെളിവുകൾ വിപിനുണ്ടോ നമ്മുടെ കയ്യിൽ, ടീച്ചർ അങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടത്തിയതിന്? കേൾക്കാം വിപിൻ. ഹലോ. വിപിൻ കേൾക്കാം. ഞാന് അറിയാലോ, ഞാൻ എംഫില്ലും എന്റെ ടീച്ചറാണ് ഗൈഡ് ചെയ്തത്. ഞാൻ അവിടെയാണ് എംഫില്, കേരള സർവകലാശാലയുടെ എംഫില്ലാണ് ആദ്യമേ കോഴ്സ് പഠിക്കാൻ വരുന്നത്, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ അന്ന് മുതലേ എൻ്റെ ടീച്ചർ എൻ്റെ ഗൈഡായിരുന്നു. അന്നത്തെ ടീച്ചറിൻ്റെ ഗൈഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ എന്തുകൊണ്ടാണ് ഇപ്പം ഈ PhD സമയത്ത് ഇങ്ങനെ പറയുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിയുമ്പോൾ പണ്ട് കാലഘട്ടം നമ്മൾ ഒരു 2015 ഞാൻ എംഫിൽ അവിടെ കോഴ്സിന് വരുന്നത്. അപ്പോൾ ടീച്ചർ എൻ്റെ ഗൈഡായിരുന്നു. പക്ഷേ എന്നെ അന്ന് ഒത്തിരി തവണ പല പ്രാവശ്യം എന്നെ ജാതിയുമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സംസ്കൃതം പഠിക്കാൻ വരുന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവർക്കാണ് ഇതിന് ഉച്ചരിക്കാൻ, അവർക്കാണ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ അർഹതപ്പെട്ട ആളല്ല എന്ന് വരെ ടീച്ചർ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ എംഫിലിന് ഇതേ വിജയകുമാരി ടീച്ചർ തന്നെയല്ലേ വിപിനെ ഗൈഡ് ചെയ്തത്? എൻ്റെ ഗൈഡ് ടീച്ചർ ആണ് എന്നെ ഗൈഡ് ചെയ്തത്. ടീച്ചർ എൻ്റെ എപ്പിസ്റ്റമോളജി റിവ്യൂ ഓഫ് കാനോമിനേഷനാണ് എൻ്റെ ഒരു പരാതിയുമായി വിപിൻ മുന്നോട്ട് പോവുക തന്നെയല്ലേ? ഞാൻ പരാതിയായിട്ട് മുന്നോട്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അപമാനം സഹിക്കാൻ പോയി. എനിക്ക് ആകെ ഞാൻ തളർന്നും. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് മനസ്സിലൊരു ടെൻഷൻ കൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് ഞാൻ എനിക്ക് മാനസികമായി തകർന്നിരിക്കുകയാണ് ഞാൻ. മനസ്സിലായി. ഇത്രമാത്രം അധിക്ഷേപിക്കുക എൻ്റെ ടീച്ചർ എന്നെ ഈ ഓപ്പൺ ഡിമെൻഷൻ നടന്നപ്പോഴും ഓപ്പൺ ഡിമെൻഷൻ കഴിഞ്ഞപ്പോഴും എൻ്റെ ആ ഒരു പ്രശ്നം ഞാൻ വളരെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡിമെൻഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതെന്നെ അജാതിയുമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പൺ ഡിമെൻഷൻ കഴിഞ്ഞപ്പോൾ ടീച്ചറാണ് എനിക്ക് PhD തരാൻ പറ്റൂല എന്ന് ടീച്ചറിന്റെ പറഞ്ഞു. ടീച്ചർ അവിടെ കഴിഞ്ഞതിന് ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ടീച്ചർ അത് ഞാൻ എൻ്റെ ഞാൻ പബ്ലിക്കേഷൻ സമയത്ത് ഞാൻ അത് തിരുത്തിക്കോളാം, ചില എന്തോ പറഞ്ഞു ടീച്ചർ, ഞാൻ തിരുത്തിക്കോളാം എന്ന് പറഞ്ഞു ടീച്ചറിൻ്റെ അവിടെ. അതുപോലെ പറഞ്ഞു, ഞാൻ ഇത് നിനക്ക് PhD തരില്ല എന്നാണ് അവർ, എൻ്റെ കുട്ടികൾ നിൽപ്പുണ്ട് ഫ്രണ്ട്സ് തരില്ല എന്നാണ് അവർ എന്നെ ആക്ഷേപിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞാൻ ഓപ്പൺ ഡിമെൻഷൻ കഴിഞ്ഞ ശേഷം ഒരു ഒപ്പിട്ട് ഞാൻ ഡീൻ നിലയ്ക്ക് നിനക്ക് ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി പോയി. അപ്പോൾ ഇത്ര ഞാൻ ഒരു PhD കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഇത്ര വർഷം ഞാൻ ഡോക്ടറേറ്റ് കിട്ടണം എന്നുള്ള വിപിനെ വളരെ പോസിറ്റീവായിട്ടല്ലേ എംഫിലിന്റെ സമയത്ത് ഈ ടീച്ചർ ഗൈഡ് ചെയ്തത്? വളരെ നന്നായിട്ടല്ലേ നിങ്ങൾ തമ്മിലുള്ള അധ്യാപക അല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധം മുന്നോട്ട് പോയത്? പിന്നീട് അത് എങ്ങനെയാണ് വഷളായത്? സാർ ശരി, ഓക്കെ. അത് വഷളായെന്ന് പറയുമ്പോഴേ അവർ പറയുന്നത്, ഞാൻ ഓരോ ദിവസം ഓരോ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകും. ഓരോ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് അവരെനിക്ക് തരാറില്ല. ഞാൻ ചെന്ന് വാതിലിൻ്റെ അവിടെ നിന്ന് നിൽക്കും. ഞങ്ങളൊക്കെ ചെന്ന് അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പട്ടികജാതിക്കാരാണ് അതിൻ്റെ അകത്ത് നിന്ന് കയറണം എന്ന് പറഞ്ഞ് അത് അധിക്ഷേപിക്കും, അവിടെ നിൽക്കുക എന്ന് പറയും. എനിക്ക് നോക്കി പറഞ്ഞതാണോ അതല്ല വിപിൻ കേട്ടറിവ് മാത്രമാണോ? ഇല്ല, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്ക് എൻ്റെ സബ്ജക്റ്റ് കൊണ്ട് പോകണ്ടേ, അവരല്ല എൻ്റെ ടീച്ചറല്ലേ എനിക്ക് എന്താണെന്നുള്ളത് അത് തിരിതരേണ്ടത്, തെറ്റുള്ള ഭാഗം വെട്ടിത്തരിക എന്നുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് 2-3 പ്രാവശ്യം പേപ്പറിൽ എഴുതിക്കൊണ്ട് ടീച്ചർ എനിക്ക് എൻ്റെ അപ്സെറ്റ് അവരെന്ന് വെച്ചാൽ ആ പേപ്പർ തന്നെ അവർ നോക്കിയിട്ടില്ല. അപ്പോൾ എന്നെ പറഞ്ഞില്ല, ഇങ്ങനെ എഴുതാൻ പാടില്ല, എൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ച് നിങ്ങളൊരു വിവിധ കാര്യം ബുക്ക് വാങ്ങിച്ച് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ബുക്ക് വാങ്ങിച്ച് അത് എന്താണ് എനിക്കുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഞാൻ എപ്പിസ്റ്റമോളജി റിവ്യൂ കാനോമിനേഷൻ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ചാണ് ആ കാനോമിനേഷനിൽ തന്നെയാണ് വിവരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ആ ടീച്ചറിനുള്ള എനിക്ക് സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർ എന്നെ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോഴും പുറത്ത് നിൽക്കുക, എംഫിൽ കാലഘട്ടത്തിൽ പുറത്ത് നിൽക്കുക, ക്ലാസ് റൂം അവരെ റൂമിന്റെ പുറത്ത് നിൽക്കുക, അകത്ത് കയറ്റാറ് പോലും ഇല്ല ടീച്ചർ. പിന്നെ നമ്മൾ ഒരുപാട് അവിടെ നിന്ന് പിന്നെ കുറേ കഴിയും വിളിക്കും,
കുറച്ച് തിരുത്തരും നോക്കും. അതിനുള്ള എൻ്റെ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ടീച്ചർ എനിക്ക് തെളിവ് തിരുത്തുന്ന എല്ലാ ബുക്കില് മനസ്സിലായി ടീച്ചർ കണ്ടന്റ് മനസ്സിലായി വിപിൻ. വിപിൻ ഈ പറയുന്നത് കാര്യങ്ങളൊക്കെ ടീച്ചർ